നിങ്ങൾ തടി കുറച്ച് കുറക്കണം കേട്ടോ. കംപ്ലീറ്റ് വണ്ടി എടുത്തോട്ടെ വന്നു. അല്ല വേണ്ട, 2 ദിവസം കൊണ്ട് മെലിഞ്ഞോളൂ. അല്ല ഇവിടെ പ്രശ്നമൊന്നുമില്ലേ? ഈടെ പ്രശ്ന നമ്മളെ പാർട്ടി ഗ്രാമത്തിലാ. നിങ്ങളെന്നാ പറയുന്നത്? ഈടെ പ്രശ്നം ഉണ്ടാക്കണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കണം. ഇതാണ് പാർട്ടി നാട്, ഇതാണ് പാർട്ടി ഓഫീസ്. പന്നിയന്നൂർ മുകുതൻ എന്ന സീമുഖക്കുട്ടിയുടെ നാട്. ഫോട്ടത്തിൽ കാണുന്ന സഖാവിന്റെ മൂത്തമനാ, നടുക്കത്തെ അപ്പുറത്തിലെ രക്തസാക്ഷികളാ. ഓനാൾ ഉഷാറാ, നല്ലോണം പഠിക്കൂ. ഈടില്ല തിരുവനന്തപുരത്താ. ഈടിയാണെങ്കിൽ ഓനും രക്തസാക്ഷി ആവുകയും. ഫോണി നോക്കണേ, നമ്മളെ അച്ചാച്ചന്റെ കാലത്ത് ഇല്ല. ഒരു അഗ്നിപരീക്ഷണമാണ്. ഓർക്കേണ്ട വസ്തുത ഇതൊരു കേന്ദ്രവിരുദ്ധ സമരമാണ് എന്നുള്ളതാണ്. അപ്പൊ പറഞ്ഞത് മറക്കണ്ട, പ്രകോപനങ്ങൾ ഉണ്ടാവും. നമ്മളായിട്ട് അബദ്ധം കാട്ടണ്ട. നമ്മളെ പെരുന്തച്ഛനാ, ബുദ്ധിജീവി. എഴുന്നേറ്റോളൂ. നല്ല കിണ്ണത്തപ്പാന്ന് എടുക്ക്. സഖാവ് ആലപ്പുഴയിലേടയാ? പുന്നപ്ര. ഓ, ഒരർത്ഥത്തിൽ പുന്നപ്പുറയിൽ നിന്നും കൂത്തുപറമ്പിലേക്കുള്ള യാത്ര അല്ലേ? സഖാവ് AKG സുശീല ടീച്ചറെ കണ്ടെത്തിയ നാട്. പാർട്ടി വളർന്ന അധ്വാനവർഗം സമ്പുഷ്ടമാക്കിയ 2 മണ്ണ്, ആലപ്പുഴയും കണ്ണൂരും. നല്ലത്. സഖാവിനപ്പോ കണ്ണൂരൊന്നും അപരിചിതമായിരിക്കില്ലല്ലോ. അതോർക്ക് വരുന്ന വയ്ക്കാൻ മനസ്സിലായി. അപ്പൊ താമസമല്ല എങ്ങനെയാ? സഹകരണ ബാങ്കിലെ സുഗുണാട്ടന്റെ വീടിന്റെ മുകളിൽ എല്ലാം സെറ്റാക്കിനി. നന്നായി. നാളെയല്ലേ ജോയിൻ ചെയ്യുന്നത്? അതെ. അപ്പൊ സഖാവിന്റെ നിസ്സീമമായ പ്രവർത്തനം ഞങ്ങൾക്കൊരു മുതൽക്കൂട്ടാവട്ടെ. അതാ താക്കോല് പിടി. അപ്പോൾ കുഞ്ഞരത്തൻ മാഷ് പറഞ്ഞാൽ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങളാണ് മൂത്ത സഖാവിൻ്റെ ഭാര്യ. നിങ്ങൾ എങ്ങനെയെങ്കിലും മൂത്ത സഖാവിനെ കാത്തോളൂ കേട്ടാ. പിന്നെ നിങ്ങളെ ജീവൻ അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കണം. അതിന് വലിയ കാര്യമൊന്നുമില്ലല്ലോ. നമുക്ക് സഖാവിൻ്റെ ജീവനാണ് വരുന്നത്. അപ്പം മറക്കണ്ട. അപ്പോൾ അത് അടിച്ചല്ല കയറിക്കോ. ഞാൻ പോവാ. ജാൽസലാം. ഏഴര വിളിക്കുമ്പോൾ അവൻ്റെ എസ്കോട്ട് നിന്നെ ഞാൻ ശരിയാക്കി തരാം. പ്രസിനെ വിളിക്കുമ്പോൾ മണൽക്കടത്ത് സംഘം SIയെ ഡ്യൂട്ടിക്കിടെ ആക്രമിച്ചെന്ന് കൊടുത്തേക്കണം. ഇവനെ താങ്ങുന്ന ഒരു രാഷ്ട്രീയക്കാരും വിചാരിച്ചാലും ഇവനൊന്നും പുറത്തിറങ്ങരുത്. ഉള്ള പ്രളയമെല്ലാം വന്നിട്ട് നീ ഒന്നും പഠിച്ചിട്ടില്ല. ചെല്, റിപ്പോർട്ട് അവസാനം കൂടെ എഴുതിച്ചാൽ മതി. എന്താ വിഷയ? സർ, പന്നിയന്നൂർ മുകുന്ദൻ സഖാവിന്റെ ഗൺമാനാ. ജോയിൻ ചെയ്യുന്നവനെ സാറൊന്ന് കാണാൻ വന്നാ. ഗൺമാൻ പൊതുവെ സുഖപരിപാടിയാ. പക്ഷെ നീ ഇവിടെ ഒന്ന് പെടും. നല്ല തീ പിടിച്ച ഓട്ടമായിരിക്കും. എന്താ എൻ്റെ പേര്? അയ്യപ്പദാസ്. താൻ പാർട്ടിക്കാരനാണല്ലേ? വിവീഷും വലിയ സഖാവാ. ഈ പോലീസുകാരും രാഷ്ട്രീയം കളിക്കുന്ന വലിയ സുഖമില്ലാത്ത ഏർപ്പെടാം. എന്താ ഷെരീഫേ? ഇല്ല, പറ. എവിടെ? തടഞ്ഞു വെക്കാനോ? ടൗണിലോ? ആ സജ്ജനെ, വണ്ടി എടു. താൻ വാ. സ്റ്റേഷൻ ആള് കുറവാ. താനോടോ ഷെരീഫ് അവിടെ തന്നെ ഉണ്ടാവണം. ഞങ്ങൾ ഇറങ്ങി. എടുത്തെടുത്തു. കുടുംബത്തിന് വില അറിയോ? പഠിപ്പിക്കൊന്നും വേണ്ട. ഞാൻ ജീവിക്കുന്നത്. എന്താ ഷെരീഫേ പ്രശ്നം? പെണ്ണിനെ കയ്യേറ്റം ചെയ്തിട്ടുണ്ട്. എന്താടാ അവിടെ? എന്താ പ്രശ്നം? സാറത് കണ്ടോ സാറേ? ഇന്ന് രാവിലെ പണി കഴിഞ്ഞ് ഓട്ടോ ചെയ്ത് ഇത് 3-ാം തവണ ഈ കളി കാണിച്ചു കൂട്ടുന്നു. എനിക്ക് ജീവിക്കണ്ടേ സാറേ? ഓൾ പറയുന്ന കേട്ടോ. എന്താ കാരണം? എന്ത് കാരണം സാറേ? ഞാൻ വേറെ പാർട്ടിക്കാരായതുകൊണ്ട്, ഇവരുടെ യൂണിയനിൽ ചേരാത്തോണ്ട്. ഞാൻ ഒരു ആദിവാസി പെണ്ണായി പോയില്ല സാറേ. ആരെ ആശ്രയിക്കാണ്ട് ജീവിക്കുന്ന ഇവൾക്ക് സഹിക്കുന്നില്ല.
പാർട്ടിയുടെ പേരും പറഞ്ഞിട്ട് ഗുണ്ടായിസം ഭീഷണി കുറച്ച് നാളായി ഇതെല്ലാം തുടങ്ങിയിട്ട്. ഞാനും ജനിച്ച നാടായത്, എനക്കറിയാം സാറേ. ഇവരെ കളി എന്റെ അടുത്ത് നടക്കൂല. ഇവളെ പറയുന്നത് മുഴുവൻ നുണയാ സാറേ. ഇവളെ പണി എന്താ അറിയാം? കസ്റ്റമേഴ്സിനെ കുറിച്ച് ഇവിടുത്തെ ഓട്ടോക്കാരെ കുറിച്ച് കുറ്റം പറയും. ട്രിപ്പ് തട്ടെടുക്കുക, ആരോടും ദേഷ്യണ്ട് തെരഞ്ഞു പിടിച്ച് അവർ നേരെ പെറ്റിച്ച് കൊടുക്കുക, കള്ളു കുടിച്ച് നടക്കല്. ഇതൊന്നും ഈ പരിപാടി ഒന്നും സ്റ്റാൻഡിൽ നടക്കൂല സാറേ. വെറുതെ ഇളക്കുന്നേ സാറേ. നിങ്ങൾ സംശയം നാട്ടുകാരോട് ചോദിച്ചു നോക്കും. ഞാൻ നിന്നോട് തന്നെ ചോദിച്ചോടാ. ഓഹോ, ഒരു പ്രശ്നം ഉണ്ടാകുന്ന നേരത്ത് രണ്ടു കൂട്ടരോട് ചോദിക്കണ്ട സാറേ, അതല്ല മാന്യത. പെണ്ണിനെ പബ്ലിക്കായിട്ട് ഉപദ്രവിച്ചിട്ട് കിടന്ന് ചലിക്കുന്നോടാ നീ. പിടിപിടി സാർ, പ്രശ്നം നമ്മളെ കയ്യിൽ കൂല. ഒരു പ്രശ്നമില്ല, കേസ് എടുക്കണം. ആൾക്കൂട്ടത്തിന്റെ ബലത്തിൽ ഈ പെണ്ണിനെ ഉപദ്രവിച്ച് ആരായാലും രക്ഷപ്പെടാൻ തരുന്നുണ്ട്. നിയമം കൈയെടുത്ത എല്ലാത്തിനെയും പൊക്കും. മോൻ സാറേ, കൂത്തുറമേന്ന് കൂടുതൽ പോസ്റ്റോട് വരാൻ പറ. ആഹാ, കളി നമുക്ക് നോക്കാം. പാർട്ടിക്കാരാന്ന് വെച്ചാൽ എന്ത് തോന്നിയ ദിവസം കാണിക്കാം. ഇത് പൂര കുഴപ്പാവും. ഇത് ഇട നിൽക്കൂല. പാടച്ചോനെ, തീരുമാനായി. വെറുതെ വിടരുത് സാറേ. ഇതിന് വേണ്ടി ഏത് അച്ഛൻ വരെയും പോകും ഞാൻ. ഞാനൊരു ദേശീയക്കാരെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. എന്താ മോഹന, നിങ്ങള് പോലീസുകാർ പ്രശ്നം ഉണ്ടാക്കല, തീർക്കാനല്ലേ നോക്കണ്ടത്. സാറ് ഇവിടുത്തെ ഇഷ്യൂ കണ്ടല്ലോ. ഈ പെണ്ണിന്റെ ഇവരെല്ലാവരും ഇത് ഓട്ടോക്കാര് തമ്മിലുണ്ടായ പ്രശ്നമായിട്ട് അങ്ങ് വിട്ടാ മതി, കേസൊന്നും വേണ്ട. അതല്ല സാർ, ഇതുവർക്ക് പരാതിയുള്ള സ്ഥിതിക്ക് അതിനിവിടെ ആർക്കും പരാതിയില്ലല്ലോ. എനിക്ക് പരാതി ഉണ്ടാ? ഇല്ല. ഒരു സ്ഥലത്തെ പ്രശ്നം പരിഹരിക്കുമ്പോൾ അടുത്ത രാഷ്ട്രീയം കൂടി അറിഞ്ഞിരിക്കണ്ടേ, അതും പുതിയൊരാളാവുമ്പോൾ വേണ്ടേ?
നാളായിട്ട് തുടങ്ങിയ പ്രശ്നമല്ല സഖാവേ ഇത്. ഓള് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുന്നതാ. തീർത്താ തീരാത്ത പല പ്രശ്നങ്ങളും ഈ പാർട്ടി ദിനംപ്രതി നേരിടുന്നുണ്ട്. അതിന്റെ കൂട്ടത്തില് ഇത് ഞങ്ങളുടെ വക കൂടി എന്നാണോ? ചന്ദ്ര ഓളൊരു പെണ്ണാണ്. സമൂഹവും മീഡിയ എല്ലാം ഓളുടെ കൂടെ അല്ലേ നിൽക്കൂ. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമൊക്കെ വേണ്ടേ? ആളും മൈതാനവും മയക്കും വെച്ചല്ല ഒരു പ്രശ്നം തീർക്കേണ്ടത്. അതിന് അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. പാർട്ടീനെ നാണം കെടുത്തരുത് ആരായാലും. ഇനിയോള് സ്റ്റാൻഡിലൂടിയ നാണക്കേടാണ് സഖാവേ. അതിനോള് സ്റ്റാൻഡിലിറങ്ങി ഓടുമ്പോഴല്ലേ അതപ്പം നോക്കാം. അപ്പൊ ഈ വിഷയം നമ്മൾ ഈടെ വെച്ച് അവസാനിപ്പിച്ചു. എന്നാ ചെല്ല്, പണികളേണ്ട. എന്നാ ശരി മാഷേ. സാർ കുറച്ചു നേരമല്ലോ അവിടെ കിടന്ന് പരിങ്ങുന്നു. ആരാ? സഖാവേ, അത് നിങ്ങളെ പുതിയ ഗൺമാനാന്ന്. ഇന്നലെ വന്നിനേനു. കൊടുക്കാം. രാവണി മാഷ്. ആ മാഷെ, ഞാനിവിടെ പാർട്ടി ഓഫീസിലുണ്ട്. പുതിയ ഗൺമാനാ? അതെ. ബാബാ ഹലോ. രാജേഷ് ചേട്ടാ, എന്താണ് ഒരു വിവരമില്ലല്ലോ? നമ്മൾ ഇവിടെ തന്നെ ഉണ്ടപ്പാ. ഏച്ചിക്കാ, ഏച്ചി ഈടേടി ഉണ്ടല്ലോ. അല്ല, എന്നിട്ട് നിങ്ങൾ വരുന്നില്ല? ഓ അതെയാ. ഞാൻ ഇവിടെയുണ്ട് ചേച്ചി. രാജേഷ് ചേട്ടനാ കേട്ടോ. ഹലോ രാജേട്ടാ, എന്തെല്ലാം ഉണ്ട്? നിങ്ങൾ തലേന്നേ വരും പറഞ്ഞിട്ട് പറ്റിച്ചില്ലേ? അച്ചാച്ചന് ഈടെ ഉണ്ടേനല്ലോ. രാമയുടെ അച്ചാച്ചന് കൊടുത്തു. അമ്മ കണ്ടില്ലല്ലോ മോളെ. ഒരു മിനിറ്റ്. അജയന്റെ ഏറ്റവും വലിയ ആഗ്രഹം നാളെ നടക്കാൻ പോകും. ഷോനില്ലാണ്ടായി പോയി. പാവം എൻ്റെ മോള്. എൻ്റെ മോൻ മരിച്ചത് പാർട്ടിക്ക് വേണ്ടിയാ. പക്ഷെ പാർട്ടിക്കാരും തിരിഞ്ഞു നോക്കില്ല. ഞാൻ കുറ്റപ്പെടുത്തിയതല്ല. ഇതിനെങ്ങനെയാ ഞാൻ നന്ദി പറയണ്ടേ? ഞാനല്ല, പാർട്ടിയാ തരുന്നത്. അങ്ങനെ കാണാവൂ. എന്നാ ഞാൻ ഇറങ്ങുന്നു. നാളെ കോടതിയിൽ ഒരു ഹിയറിംഗ് ഉണ്ട്. അതാ രാത്രി തന്നെ വന്നത്. ഈടത്തോളം വന്നിട്ട് മോൾ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരുപടി പറ്റുപാരാതെ പോയാൽ ഓക്ക് സങ്കടാവും. എല്ലാരും വാ വാ വാ. പോകുന്നേട്ടാ, ഞാൻ താഴെ കണ്ടിനു. കേറി വരും അമ്മ പറഞ്ഞു. സുജക്ക് സന്തോഷായി. ഇതല്ല സതീശ, മാലയിട്ടാ. അടുത്ത മാസം പോണം. സൈഷ എന്നാ വിളമ്പിക്കോ. എടുക്കാം. ബിരിയാണിയാ, ഞാൻ കഴിക്കൂലല്ലോ. അറിയപ്പാ, നാളെ ചോറല്ലേ. വാ. ചെല്ലി പോയിട്ട് ഫുഡിന്റെ കാര്യങ്ങളും നോക്ക്. എല്ലാത്തിനും ശ്രദ്ധ വേണം കേട്ടാ. ഇതാണോ വിളമ്പുന്നത്? അതെ. നിങ്ങളാരേനും? ഞാൻ സഖാവിൻ്റെ പുതിയ ഗൺമാനാണ്. ഓ, ഇത് സേഫ് ആണല്ലോ അല്ലേ? അതെ. അത് പ്രൊട്ടക്ഷൻ. ഫുഡിൽ പോയിസൺ ഒന്നും ഇല്ലാന്ന് ചെക്ക് ചെയ്യണം. അത് ടെസ്റ്റ് ചെയ്യണമല്ലോ. നല്ല ബുദ്ധിയാന്നല്ല സാറേ. നിങ്ങൾ ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾ ചത്തുപോയില്ലേ ഇതിൽ വിഷം ഉണ്ടെങ്കിൽ? ഒരു കല്യാണ വീട്ടിൽ നിന്ന് തിമ്മാതിരി വർത്താനം പറയുന്നു. വിജയ്, ഇയാളെ ആള് മോശമില്ലല്ലോ.
നമ്മൾ കുറച്ച് ഗൺമാന്മാരൊക്കെ കണ്ടിട്ടുണ്ട് സാറേ വീട്ടിൽ പറഞ്ഞു. മുന്നേറ്റം നമുക്ക് ആരാന്ന് എനിക്കറിയാം. ഇവിടുന്ന് വർത്താനം പറയുമ്പോ ആലോചിച്ച് പറയണം കേട്ടോ. എന്റെ ഫിറോസ് ഏർന്ന് കിട്ടിയ ആളാ. ചെല്ലി വിളിക്കുന്നുണ്ട്. ചെല്ലടോ. എൻ്റെ പേരെന്തെന്നാ പറഞ്ഞു? അയ്യപ്പദാസ്. അയ്യപ്പദാസെ 19 വർഷമായിട്ട് ഈ മണ്ണി ചവിട്ടിയാണ് ഞാൻ നടക്കുന്നത്. പാർട്ടിക്ക് ചിലപ്പോൾ പേടിയുണ്ടാവും, പക്ഷെ എനക്കതില്ല. അതുകൊണ്ട് ബുദ്ധിമുട്ടാക്കരുത്. ആരാപ്പോ ഇത്? സാറെന്താ അന്തം വിട്ടിക്കുന്നു? സാറ് വന്നേ, ഒരു കാര്യം പറയാണ്ട്. വാ സാറേ, ഒരു അത്യാവശ്യ കാര്യമാണ്.